ഇത്രയും കാലം ഇവിടുത്തെ ഇന്ത്യയിലെ സംഘപരിവാർ വിചാരിച്ചിരിക്കുന്നത് സിനിമയെല്ലാം റിയാലിറ്റി ആണെന്നാണോ? സുരേഷ് ഗോപിയുടെ മുറിയിലേക്ക് കൂടി എന്ത് ചെയ്തിരിക്കുന്നു, ഫാസിസം എത്തിയിരിക്കുന്നു. ഇപ്പോൾ സിനിമാ താരം എന്ന നിലയിൽ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, അയാളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ കൃഷ്ണൻ എന്ന് പേരുള്ള ഒരാളിന് തോറ്റു കഴിഞ്ഞാൽ അത് കൃഷ്ണൻ തോൽക്കുന്ന പോലെയാണ് നാളെ ഇവർ പറയും. ഇങ്ങനെയുള്ള ഊളകളെയൊക്കെ പിടിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ബോർഡുകളിൽ വെച്ചിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ ഇറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അപ്പോൾ ഈ ഒരു സിനിമ കേരളത്തിന് പുറത്ത് പല സ്ഥലങ്ങളിലും പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കേന്ദ്ര സെൻസർ ബോർഡിന്റെ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ജാനകി എന്നുള്ളൊരു പേരാണ് ഇതിന് കാരണമെന്ന് പറയുന്നു. ജാനകി എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ ടൈറ്റിലുള്ള പേരും അതുപോലെ തന്നെ ആ കഥാപാത്രത്തിന്റെ പേരും മാറ്റണം എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ പുറത്തു വരുന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു പേരിന്റെ പേരിൽ ഒരു സിനിമയെ സിനിമയായി കാണാതെ അതിലെ കഥാപാത്രങ്ങളെ വെച്ച് ആ ഒരു പേര് നൽകരുത് എന്നൊക്കെ പറയുന്നത്? വളരെ വിചിത്രമായിട്ടുള്ള ഒരു തീരുമാനമാണ് കേന്ദ്ര സെൻസർ ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിനെ നോക്കേണ്ടതായ കാര്യം വെച്ചാൽ ഈ കേന്ദ്ര സെൻസർ ബോർഡ് എന്ന് പറയുന്ന ആരാണ്? ഇവിടുത്തെ കേരളത്തിലെയും അല്ലെങ്കിൽ ഇന്ത്യയിലെ പല RSS നേതാക്കന്മാരും അല്ലെങ്കിൽ അവരുടെ ഭാര്യമാരും അല്ലെങ്കിൽ ഈ പറയുന്ന BJP നേതാക്കന്മാരും ഒക്കെ അടങ്ങുന്നതാണ് സെൻസർ ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സെൻസർ ബോർഡ് തീരുമാനമെടുത്തിരിക്കുന്നത് ആരുടെ സിനിമയാണ്? ഒരു BJP നേതാവായിട്ടുള്ള സുരേഷ് ഗോപിയുടെ സിനിമയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ സുരേഷ് ഗോപിക്ക് പോലും ഇന്ത്യ രാജ്യത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ തിട്ടൂരം മേടിക്കേണ്ട ഒരു അവസ്ഥയാണ്. എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ രാജ്യം? ഇവിടെ ഒരു പേര് കൊണ്ട്, ജാനകി എന്നുള്ള പേര് കൊണ്ട് ഇവിടെ ആർക്കെങ്കിലും ജാനകി എന്ന് പറയുന്ന പേരിൻ്റെ അട്ടിപ്പേറുണ്ടോ? ഈ ഒരു അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം അവർ പറയുന്നത് അത് സീതാദേവിയുടെ നാമമാണ്. അല്ല, സീതാദേവിയുടെ ആയാലും കൃഷ്ണന്റെ ആയാലും ശ്രീരാമന്റെ ആയാലും എല്ലാ ഹിന്ദു ദൈവങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ മതത്തിലെ പല ദൈവങ്ങൾക്കും ഓരോ വിശ്വാസികളും പല രൂപത്തിലും പല പേരുകളിലുമാണ് എന്ത് ചെയ്യുന്നത്, ആരാധന നടത്തുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരത്ത് ഇപ്പോൾ നമ്മളറിയാണ് തിരുവനന്തപുരത്ത് ഭഗവാൻ ശ്രീകൃഷ്ണനെ അനന്തപത്മനാഭനായിട്ടാണ് എന്ത് ചെയ്യുന്നത് ആളുകൾ കാണുന്നത്. അത് ഈ പറയുന്ന ഗുരുവായൂരപ്പനൊക്കെ ഗുരുവായൂരപ്പനായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ഓരോരോ നാടുകളിലും ഓരോരോ ഭാഷകളിലും ഓരോരോ പ്രദേശങ്ങളിലും ഓരോ രീതിയിലും അല്ലെങ്കിൽ ഓരോ നാമത്തിലുമാണ് എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ നോക്കുമ്പോൾ ഓരോ ദൈവത്തിനും 1000 1500 പേരുകൾ എന്തുണ്ട്. അപ്പോൾ ഇവിടെ നാളെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ആ ഒരു പേര് സ്വീകരിച്ചതിന്റെ പേരിലാണെങ്കിൽ ഇവിടെ സഖാവ് കൃഷ്ണപിള്ളയെ നാളെ സഖാവ് കൃഷ്ണപിള്ളയെന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് പറയത്തില്ല ഈ ഇതേ ആളുകൾ. ശ്രീരാമകൃഷ്ണനെ വിളിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ വിഷ്ണുവെന്നോ കൃഷ്ണനെന്നോ ഒക്കെ പേരുള്ള ആളുകൾ ഇനി പേര് മാറ്റേണ്ട അവസ്ഥയാണോ? അപ്പോൾ ഇനി അവർ നാളെ മുതൽ പറയുക ഇനി ഇങ്ങനെയുള്ള ആളുകൾ ഇത് ദൈവത്തിൻ്റെ പേരാണ്, അതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല, നിങ്ങൾ നാളെ ഇങ്ങനെ നടക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തില്ല. അപ്പോൾ ഇതിൽ തന്നെ പറയുന്നത് ജാനകി എന്ന് പറയുന്ന കഥാപാത്രത്തിനൊരു പവർ കൊടുത്തിട്ടില്ലെന്നാണ് എന്ത് ചെയ്യുന്നത്. അതെ, ജാനകി എന്ന് പറയുന്ന കഥാപാത്രം കഷ്ടതകൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയാണ് ആ ഒരു സിനിമയിൽ. അപ്പോൾ ഇങ്ങനെ ഒരു ദൈവത്തിന്റെ നാമം നൽകിക്കൊണ്ട് അങ്ങനെ കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരു സ്ത്രീക്ക് നൽകരുത്. എപ്പോഴും പവർഫുൾ ആയിട്ടുള്ള സ്ത്രീകൾക്ക് മാത്രമാണ് ദൈവത്തിന്റെ നാമം നൽകാൻ പാടുള്ളൂ എന്നുള്ളൊരു ആ ഒരു ഇൻഡയറക്ട് മീനിങ് ആണ് ഇപ്പോൾ ഈ പറഞ്ഞ സെൻസർ ബോർഡ്. ഇത് എന്ത് നിയമമാണ് നമ്മുടെ നാട്ടിൽ ഈ സെൻസർ ബോർഡൊക്കെ പ്രവർത്തിക്കുന്നത്? നമ്മുടെ രാജ്യത്തെ നിയമത്തിന് വിധേയമായിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിധേയമായിട്ടാണ്. അപ്പോൾ അതിനെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വിചിത്രമായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ പറയത്തില്ലേ, പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ആദ്യത്തെ വിമാനം പുഷ്പ വിമാനമാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഔഷധം ചാണകമാണ്. ഇങ്ങനെയൊക്കെ പറയുന്ന ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളെയും അല്ലെങ്കിൽ ശാസ്ത്ര പുരോഗതികളെയും ഒക്കെ തന്നെ പരിഹാസത്തോടു കൂടി കണ്ടുകൊണ്ട് ഇതിനെയൊക്കെ പ്രാചീനവൽക്കരിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിനെയൊക്കെ വളരെ മൂല്യമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം സംഘപരിവാറിൻ്റെ ചില കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഇതുപോലെ തന്നെ ഒരു സിനിമ ഞാൻ ഇന്നലെ ഇതിൻ്റെ ചർച്ച വന്നപ്പോഴാണ് അറിയുന്നത്, ഒരു പത്മകുമാർ എന്ന് പറയുന്ന ഒരു സംവിധായകൻ്റെ ഒരു സിനിമ, അതും ഇതേ സംഭവത്തിൽ എന്ത് ചെയ്തു, സെൻസർ ബോർഡ് അംഗീകാരം നിരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിൻ്റെ കാരണം ജാനകിയും എബ്രഹാമും തമ്മിലാണ്. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞെന്ന് ഈ എബ്രഹാമിൻ്റെ പേര് മാറ്റി എന്തുപോലെ രാഘവനെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരിലേക്ക് എത്ര ലജ്ജാവഹമാണെന്നൊക്കെ പറയേണ്ടി വരും. കാര്യം ഇതുപോലെ ജാതിയോ മതമോ വേർതിരിവില്ലാതെ ജീവിക്കണമെന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിലാണ്. ഇങ്ങനെ ഒരു സിനിമയുടെ പേര് എടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ജാതിയോ മതം മാത്രമല്ല, ഇവിടെ ഒരു പേരിൽ എന്തിരിക്കുന്നു. ഇവിടെ ഓരോ കാലഘട്ടത്തിലും നമ്മുടെ നാട്ടിൽ ഓരോരോ സ്റ്റേറ്റ് ഓഫ് കേരളയും അല്ലെങ്കിൽ യൂണിയൻ ഓഫ് ഇന്ത്യയുമായിട്ട് ഇപ്പോൾ AK ഗോപാലൻ വസ് യൂണിയൻ ഓഫ് ഇന്ത്യ മുതൽ നമ്മുടെ രാജ്യത്ത് പല പല കേസുകളുടെയും അല്ലെങ്കിൽ പല പല പേരുകളും പല പല കാര്യങ്ങളും ഒക്കെ തന്നെ അറിയപ്പെടുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഈ പറയുന്ന ഏറ്റവും കൂടുതൽ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളാണ്. ഇവിടെ ഇതൊന്നുമല്ല ഇവിടെ അടിസ്ഥാനമായ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ നേരത്തെ ഇവിടെ ഹർഷ സൂചിപ്പിച്ചതുപോലെ തന്നെ നാട്ടിലെ ജനങ്ങളെ എന്ത് ചെയ്യുക, വിഭജിക്കുക. ഇവിടെ രാമൻ ആരാണ്, ഇവരുടെ ആരെങ്കിലും കുത്തകയാണോ?
അല്ലെങ്കിൽ സീത എന്ന് പറഞ്ഞ പേര് ആരുടെയും കുത്തകയാണ്? ആരുടെയുമല്ല. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്താണ്, ഇവിടുത്തെ മാന്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഏത് പേരുകൾ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ സാധിക്കും, സ്വീകരിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലൊരു ഹിന്ദു മതത്തിന്റെ ദൈവത്തെ അധിക്ഷേപിച്ചാൽ നമ്മൾ, അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിന്റെ ആളിനെ അധിക്ഷേപിക്കുന്നതിനോട് ഞാൻ വ്യക്തിപരമായിട്ട് യോജിക്കുന്നില്ല. പക്ഷേ അതിന് പോലുമുള്ള ആവിഷ്കാരത്തിന് സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്താണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പേരിട്ടതിന്റെ പേരിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. RSSന്റെ ഒക്കെ ഈ ഒരു സമീപനം കാരണം ഒരു RSS നേതാവായിട്ടുള്ള സുരേഷ് ഗോപിക്ക് തന്നെ തിരിച്ചടിയായിരിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ. അല്ല, അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സുരേഷ് ഗോപിയും എന്താണ്, ഇപ്പോൾ സംഘപരിവാറിന്റെ എന്താണ് കേരളത്തിലെ ഏക BJPയുടെ MP ആണ്, അല്ലെങ്കിൽ ഈ പറയുന്ന വർഷങ്ങളായിട്ടുള്ള ആദ്യമായിട്ടുണ്ടായിട്ടുള്ള താമര ചിഹ്നത്തിൽ ജയിച്ച MP ആണ്. അപ്പോൾ സുരേഷ് ഗോപിക്ക് പോലും ഇന്ത്യ രാജ്യത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്തില്ല, നിഷേധിക്കപ്പെടുകയാണ്. അപ്പോൾ അതിന് പറയുന്ന കാരണം വളരെ വിചിത്രമാണ്. എന്താണ്, അപ്പോൾ ഇവരൊക്കെ എന്താണ്, റിയാലിറ്റിയാണ്. അപ്പോൾ ഇത് ഇത്രയും കാലം ഇവിടുത്തെ ഇന്ത്യയിലെ സംഘപരിവാർ വിചാരിച്ചിരിക്കുന്നത് സിനിമയെല്ലാം റിയാലിറ്റിയാണെന്നാണോ? ഇനി മുതൽ ചെറിയ എന്താ പറയാ സാധാരണക്കാർ അല്ലെങ്കിൽ കഷ്ടതകൾ അനുഭവിക്കേണ്ടി, നമുക്കറിയില്ല കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അവർ ഭാവിയിൽ എങ്ങനെയാവും എന്തായി തീരുമെന്നുള്ളതൊന്നും. വളർന്നു വരുമ്പോൾ താഴ്ന്ന കുടുംബത്തിൽ ജനിക്കുന്നവർക്ക് ആ ഒരു ദൈവത്തിന്റെ നാമം ഇടാതിരിക്കേണ്ടതായിരിക്കും ഏറ്റവും കൂടുതൽ ഉത്തമം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞല്ലോ, പണ്ടുണ്ടായിരുന്ന അതായത് ചാതുർവർണ്ണ വ്യവസ്ഥ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്നു. വന്ന് നമുക്കറിയായിരുന്നു എന്താണ്, ഈ പറയുന്ന നിങ്ങൾ സ്കൂളിൽ പോകുന്നവരുടെ ചെവിയിൽ എന്തുണ്ടായിരുന്നു, ഈയം ഒഴുക്കി വിടുന്ന കാലം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പറ്റാത്ത കാലം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്താണ് ഇവിടുത്തെ ഇപ്പോൾ ജാതിയിൽ താഴ്ന്ന നിന്ന ആളുകൾ എന്ത് ചെയ്യണം, ഇടേണ്ട പേരുകൾ അന്ന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ചാതുർവർണ്ണ വ്യവസ്ഥയിൽ വിവരിച്ചിട്ടുണ്ടായിരുന്നു. അവർ വല്ല ഏതെങ്കിലും തരത്തിലുള്ള എന്താണ് ഈ പറയുന്ന ഒരു കുറേ താഴ്ന്ന, അതായത് നമ്മൾ പറയുമല്ലോ, ഇപ്പോൾ നമ്മൾ അപരിഷ്കൃതമെന്ന് ഇപ്പോൾ നമ്മൾ ആധുനിക സമൂഹം വിശ്വസിക്കുന്ന ചില പേരുകളുണ്ട്, അല്ലെ ആ ഒരു പേരുകളിലേക്ക് അവർ വിളിക്കണമെന്ന് പറയുന്നു. എന്നാൽ ജാതിയിൽ ഉന്നതം നിൽക്കുന്ന ആളുകൾ മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്, സമ്പന്നമായിട്ടുള്ള പേരുകൾ വിളിക്കേണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിലേക്ക് തള്ളിവിടാനുള്ള ഒരു അജണ്ടയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ളൊരു കാര്യം ഇവിടെ എന്താണ്, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്ന് പറയുന്നത് ഒരു ആവിഷ്കാരത്തിൻ്റെ ഒരു കല മാത്രമാണ്. അവരുടെ ഒരു കഥ പറയുന്നു, അത് എന്താണ് യാഥാർത്ഥ്യവുമായിട്ട് ഒരു ബന്ധവുമില്ല. അതൊരു സംവിധായകനോ അല്ലെങ്കിൽ ഈ ഒരു തിരക്കഥാകൃത്തും അദ്ദേഹത്തിൻ്റെ ആശയത്തിൽ എഴുതുന്ന സാധനം ഒരു അഭിനേതാക്കൾ അഭിനയിച്ച് എന്ത് ചെയ്യുന്നു, അത് ജനങ്ങളുടെ മുമ്പിൽ എന്ത് ചെയ്യുന്നു, അവതരിപ്പിക്കുന്നു. ആ സിനിമയെ ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്ത് ചെയ്യും, ആൾക്കാർക്ക് ഇഷ്ടപ്പെടാം. ആരെയും ഇവിടെ ഇന്ത്യ രാജ്യത്ത് സിനിമ കാണാൻ വേണ്ടി നിർബന്ധിക്കുന്നില്ല. പക്ഷേ അങ്ങനെയുള്ള ഒരു നാട്ടിലാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള സിനിമ കാണാൻ കഴിയില്ല, അല്ലെ ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. അതൊരു ഒരിക്കലും എന്തല്ല, ഇവിടെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നതിന് പ്രശ്നം, അല്ലെങ്കിൽ എന്താണ് ചിത്രം വരയ്ക്കാൻ കാർട്ടൂണിസ്റ്റുകൾക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതൊക്കെ മുൻപ് ഉണ്ടായിട്ടുണ്ട്. ഇത് ഏറ്റവും അവസാനം നമ്മൾ പറയത്തില്ല, ഫാസിസം അവസാനം എന്താണ് എല്ലാവരുടെയും അടുക്കളയിലേക്ക് വരുന്നതെന്ന് പറയുന്ന പോലെ ഫാസിസം അവസാനം കടന്നു ചെന്നിരിക്കുന്നത് അതായത് ഈ ഫാസിസം നടപ്പിലാക്കുന്ന ഈ പറയുന്ന അതിന്റെ ഭാഗമായിട്ടുള്ള സുരേഷ് ഗോപിയുടെ എന്താണ് മുറിയിലേക്ക് കൂടി എന്ത് ചെയ്തിരിക്കുന്നു, ഫാസിസം എത്തിയിരിക്കുന്നു. അപ്പോൾ സുരേഷ് ഗോപി കൂടെ എന്ത് ചെയ്തിരിക്കുന്നു, ഫാസിസത്തിന്റെ ഇരയായിരിക്കുന്നു. ഇവിടെ സുരേഷ് ഗോപി ഇന്നോ ഇന്നലെയോ അല്ല സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയത്. അദ്ദേഹം ഒരുപാട് സിനിമകൾ അഭിനയിച്ചു, ഒരുപാട് പോലീസ് ഓഫീസർമാരായിട്ട് അദ്ദേഹം അഭിനയിച്ചു, അല്ലെങ്കിൽ പട്ടാളക്കാരനായിട്ട് അഭിനയിച്ചു, അല്ലെങ്കിൽ ഈ പറയുന്ന അഡ്വക്കേറ്റായിട്ട് പല സിനിമകൾ അഭിനയിച്ചു. അപ്പോൾ അന്നൊന്നും ഈ രാജ്യം ഭരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയും സുരേഷ് ഗോപി എന്ത് ചെയ്തിട്ടില്ല, ആവിഷ്കാരത്തിന് പൂച്ചുവിലം കിട്ടിയിട്ടില്ല. ഇന്ന് അതേ സുരേഷ് ഗോപി ഭരിക്കുന്ന അല്ലെങ്കിൽ അതേ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ രാജ്യം ഭരിക്കുമ്പോൾ അതേ സുരേഷ് ഗോപിക്ക് എന്ത് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. ഒരു സിനിമാ താരം എന്ന നിലയിൽ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, അയാളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. അതിന് പറയുന്ന കാര്യം എന്താണ്, വളരെ ആർക്കും കേട്ടാൽ നമുക്ക് ചിരി വരുന്നൊരു കാര്യമാണ്. എന്താണ്, അതിലൊരു കഥാപാത്രത്തിൻ്റെ പേര് ഒരു ഹിന്ദു ദൈവത്തിൻ്റെ പേരായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി നാളെ മുതൽ എന്ത് ചെയ്യണം, ഇനി നാളെ മുതൽ ആളുകൾ ഓരോരുത്തരും ഓരോ കുട്ടിയും നമ്മുടെ നാട്ടിൽ ജനിക്കുമ്പോൾ ഇനി ചെയ്യുന്ന പ്രവൃത്തി അനുസരിച്ച് അവർക്ക് ചെയ്യുന്ന പ്രവൃത്തി മാത്രമല്ല ഹർഷ, നമ്മൾ ഇനി നാളെ കുറച്ചു കാലം കഴിയുമ്പോൾ ഇതിനെയൊക്കെ അംഗീകരിച്ചു കൊടുത്താലുള്ള പ്രശ്നം എന്താ അറിയാവോ, കുറച്ചു കാലം കഴിയുമ്പോൾ ഈ നാട്ടിലൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ, ഒരു ഹിന്ദു മതവിശ്വാസിയായിട്ടൊരു കുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ ഇവിടുത്തെ RSSന്റെയോ BJPയുടെ ഓഫീസിലേക്ക് പോയിട്ട് എന്ത് ചെയ്യണം, കുട്ടിക്ക് പേരിടണം. ഇത് കൃഷ്ണൻ എന്ന് പേരിടാൻ കഴിയുമോ, അല്ലെങ്കിൽ എന്താണ് രാമകൃഷ്ണൻ എന്ന് പേരിടാൻ കഴിയുമോ, അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന ശ്രീരാമകൃഷ്ണൻ എന്ന് പേരിടാൻ കഴിയുമോ, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ഏതെങ്കിലും ഒരു പേരിടുന്നതിന് മുമ്പ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ, അല്ലെങ്കിൽ നാളെ ഇനി ഈ പേര് സ്കൂളിൽ ചേർത്താലോ അല്ലെങ്കിൽ ഈ കോളേജിൽ ചേർത്താലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ, ഇനി നാളെ ഇവർ തീരുമാനിക്കുകയാണ് ഇന്ന പേരുള്ള ആളുകൾ എന്തില്ല, ഇപ്പോൾ ഒരു എക്സാമിന് തോൽക്കാൻ, ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ എന്താണ് ദൈവത്തിന്റെ പേരുള്ള ആളുകളെ എന്ത് ചെയ്യാൻ കഴിയത്തില്ല, പരീക്ഷയിൽ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് അവർ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കൃഷ്ണൻ എന്ന് പേരുള്ള ഒരാളിന് തോറ്റു കഴിഞ്ഞാൽ അത് കൃഷ്ണൻ തോൽക്കുന്ന പോലെയാണെന്നാൽ നാളെ ഇവർ പറയും. കാര്യം ഇതേ ഒരു സിനിമയിൽ ഇത്രയും എന്ത് ചെയ്യുന്ന ദുർബലമായ വാദം ഉപയോഗിച്ച് സിനിമയുടെ നാമത്തെ പോലും ഇത്തരത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളുകൾ നാളെ പറയും കൃഷ്ണൻ എന്ന് പറയുന്ന ആളുകൾ എന്ത് ചെയ്യേണ്ട
പരീക്ഷയ്ക്ക് തോൽക്കണ്ട, അല്ലെങ്കിൽ എന്താണ് രാമൻ എന്ന് പറയുന്ന ആളുകൾ എന്ത് ചെയ്യണ്ട, ഇനി പരീക്ഷയ്ക്ക് തോൽക്കുന്നത് അദ്ദേഹത്തെ അപമാനിക്കുകയാണെന്ന് പറയും. എന്തൊരു എന്താണ് പ്രാകൃതവും അല്ലെങ്കിൽ എന്ത് യുക്തിപരം ഇല്ലാത്ത അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ കൊണ്ടുപോകുന്നത്. ഇങ്ങനെയുള്ള ഊളകളെയൊക്കെ പിടിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ബോർഡുകളിൽ വെച്ചിരിക്കുന്നത്. ഇവിടെ യാതൊരു തരത്തിലും, അതായത് സർക്കാരിൻ്റെ നമ്മുടെ നാട്ടിലെ ഭരണഘടന പ്രകാരം അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ ആ കാര്യങ്ങൾ നടപ്പിലാക്കേണ്ട ഈ ഫോറങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഊളകൾ ഇരുന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ചിന്താഗതികളും ഇത്തരത്തിലുള്ള കാര്യപദ്ധതികളും നടപ്പിലാക്കുന്നത്.